കർത്താവ് പറയുകയാണ്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും. ശ്രദ്ധിക്കൂ, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുന്നേ അവന് മരണമില്ല. പാപം ചെയ്തതിന് ശേഷം അവൻ്റെ ആയുഷ്കാലം 900, 1000 എന്ന നിലയിൽ, 1000 എന്ന് ശരാശരി ഇട്ടുള്ളൂ, ആ നിലയിലാണ് അവൻ്റെ ആയുസ്. എല്ലാവരുടെയും ആയുസ്സിൻ്റെ കണക്ക് നമുക്കില്ല. ആദാമിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്നുള്ള കണക്കുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ ആ കാലഘട്ടത്തിൽ 1000 എന്നുള്ള ഒരു സംഖ്യയാണ് അവിടെ ആയുസ്സായി മാറിയത്. എന്നാൽ ഈ 1000 എന്ന ആ ഒരു സംഖ്യയിൽ അവിടെ ആയുസ് ആയിരിക്കുന്ന സമയത്താണ് കർത്താവ് ഇപ്പോൾ ഇവിടെ പറയുന്നത്, മനുഷ്യനിൽ യഹോവയുടെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ്റെ ആയുസ് 120 സംവത്സരം ആകും എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം 120 വർഷത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്.